നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജന, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, പരബ്രഹ്മ ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ആർത്തവ സമയത്തുണ്ടാകുന്ന അമിതമായ രക്തസ്രാവം, അതായത് ഹെവി മെൻസ്ട്രുവൽ ബ്ലീഡിങ്ങിനെ പറ്റിയാണ്. ഈ ആർത്തവ സമയത്തുണ്ടാകുന്ന അമിതമായ രക്തസ്രാവത്തെ എങ്ങനെ അസസ് ചെയ്യാം, എങ്ങനെ കണ്ടുപിടിക്കാം, എന്താണ് അതിൻ്റെ കാരണങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്, എങ്ങനെയാണ് ഇവയെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? ചില ലക്ഷണങ്ങളിലൂടെ, അതായത് ആർത്തവം തുടങ്ങി 7 ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിങ് നീണ്ടുപോവുക, അല്ല എങ്കിൽ ആർത്തവ സമയത്ത്, അതായത് രാത്രിയാകട്ടെ പകലാവട്ടെ, നമുക്ക് പാഡുകൾ ഇടയ്ക്കിടെ നിറഞ്ഞ് ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ വരിക, പിന്നെ രക്തമല്ലാതെ കട്ടിയായി ക്ലോട്ട്സുകൾ പോലെ രക്തക്കട്ടകൾ പോയിക്കൊണ്ടിരിക്കുക, ഹീമോഗ്ലോബിൻ ബ്ലഡിൽ കുറയുക മുതലായവ ഇതിൻ്റെ ലക്ഷണങ്ങളായി കണക്കാക്കാം. എന്തൊക്കെയാണ് ഇവയുടെ കാരണങ്ങൾ? ഇങ്ങനെ അമിതമായ രക്തസ്രാവം പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം യൂട്രസിനുണ്ടാകുന്ന ചില അവസ്ഥകൾ തന്നെയാണ്. അതിലേറ്റവും പ്രധാനം ഫൈബ്രോയിഡ്, അതായത് യൂട്രസിൽ വരുന്ന ചില മുഴകൾ. അത് ആ യൂട്രസിൻ്റെ ഏത് പൊസിഷനിൽ വരുന്നു എന്നനുസരിച്ച് വ്യത്യാസമായിരിക്കും. അതായത് മുഴകൾ യൂട്രസിനകത്ത് വരാം, യൂട്രസിൻ്റെ മാംസപേശികളിൽ വരാം, യൂട്രസിൻ്റെ പുറത്തേക്ക് വരാം. ഇതിൽ യൂട്രസിനകത്തേക്ക് വരുന്ന മുഴകളും യൂട്രസിൻ്റെ മാംസപേശികളിൽ വരുന്ന മുഴകളും അമിതമായ രക്തസ്രാവത്തിന് കാരണമാകും. അതുപോലെ തന്നെ പ്രധാനമാണ് യൂട്രസിൻ്റെ മൊത്തത്തിലുള്ള കട്ടി കൂടുന്ന അവസ്ഥ, അതായത് അഡിനോമയോസിസ്. അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് യൂട്രസിൻ്റെ അകത്തെ ലൈനിങ്, അതായത് എൻഡോമെട്രിയോട്ടിക് സെൽസ്, യൂട്രസിനകത്തിരിക്കേണ്ട ഈ എൻഡോമെട്രിയോട്ടിക് സെൽസ് യൂട്രസിന് പുറത്ത് വന്ന് ഓവറി, ട്യൂബ് മുതലായവയിൽ പറ്റിപ്പിടിച്ച് സിസ്റ്റുകൾ പോലുള്ള അവസ്ഥകളുണ്ടാവുക. ഇവയിലൊക്കെ അമിതമായ രക്തസ്രാവം മാത്രമല്ല, ആർത്തവ സമയത്ത് അമിതമായ വേദനയും ഉണ്ടാവാൻ കാരണമാവുന്നു. ഇവ മാത്രമല്ല, യൂട്രസിലുണ്ടാകുന്ന പോളിപ്പുകൾ പോലുള്ള ദശകൾ വളരുക, അത് യൂട്രസിനകത്ത് വരാം, സെർവിക്സിൽ വരാം, സെർവിക്സിന് പുറത്തേക്ക് വരാം. ഇവയൊക്കെയും കാരണങ്ങളാവാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ്, നമുക്ക് ഇപ്പോൾ യൂട്രസിലെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷേ ഓവറിയിൽ ഓവുലേഷൻ്റെ സമയത്ത്, അതായത് അണ്ടോൽപാദനത്തിൻ്റെ സമയത്ത് ഹോർമോണൽ ഇംബാലൻസ് കാരണം അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥ. ഇവയൊന്നും മാത്രമല്ലാതെ നമുക്ക് ബോഡിയിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥ, അതായത് ഇപ്പം എന്തെങ്കിലും പല്ല് എടുക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ പല്ല് പോകുന്ന അവസ്ഥയിൽ അമിതമായ ബ്ലഡ് പോവുക, അല്ല എങ്കിൽ കൈ മുറിയുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സമയമെടുക്കുക മുതലായവ. മാത്രമല്ല, ചില സ്ത്രീകൾ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ടാബ്ലറ്റുകൾ എടുക്കുന്ന ആൾക്കാരാവും. അവരിലൊക്കെ അമിതമായ രക്തസ്രാവം കാണാറുണ്ട്. ഇവയൊന്നും മാത്രമല്ലാതെ നമ്മൾ എടുക്കുന്ന ചില ടാബ്ലറ്റ്സുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചില സൈക്യാട്രി, അതായത് നമ്മൾ മാനസിക രോഗത്തിന് ടാബ്ലറ്റ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവ കാരണം കൊണ്ട് തന്നെ അമിതമായ രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കും? ഇത്തരം അമിതമായ രക്തസ്രാവം ഉണ്ട് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഉറപ്പായും ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് പ്രോപ്പറായ എക്സാമിനേഷൻ എടുക്കേണ്ടതാണ്. അതായത് പ്രോപ്പറായി നമ്മൾ പെൽവിക് എക്സാമിനേഷൻ ഉള്ളു നോക്കുന്നതിലൂടെ യൂട്രസിൻ്റെ സൈസ്, യൂട്രസിൻ്റെ പുറത്തോട്ട് എന്തെങ്കിലും ദശകൾ വളർന്നു നിൽക്കുന്നുണ്ടോ, യൂട്രസിൽ എന്തെങ്കിലും മുഴകൾ അനുഭവപ്പെടുന്നുണ്ടോ, അതുമല്ല ഓവറിയിൽ എന്തെങ്കിലും സിസ്റ്റുകൾ രൂപപ്പെട്ടിരിക്കുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. മാത്രമല്ല, പ്രോപ്പറായ അൾട്രാസൗണ്ട് സ്കാൻ, അത് വയറിനുള്ളിലൂടെ ആവാം, വയറിന് പുറത്തൂടെയുള്ള സ്കാനിങ്, അല്ലെങ്കിൽ വജൈനയിൽ കൂടെ എടുക്കുന്ന സ്കാനിങ്ങിലൂടെ ആവാം നമുക്ക് യൂട്രസിൻ്റെ സൈസ് അസസ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ഓവറിയിൽ എന്തെങ്കിലും സിസ്റ്റുകളുണ്ടോ, അഡിനോമയോസിസ് ഉണ്ടോ, ഈ പറഞ്ഞ എൻഡോമെട്രിയോസിസ് ഉണ്ടോ. മാത്രമല്ല, ചിലർക്ക് ബ്ലീഡിങ് കുറേ നാൾ വരാതെ അമിതമായ രക്തസ്രാവം വരുന്ന അവസ്ഥ, അവർക്കൊക്കെ യൂട്രസിൻ്റെ അകത്തെ ലൈനിങ്ങിൻ്റെ കട്ടി അല്പം കൂടുതലായിരിക്കും. ഇവയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഇത്തരം സ്കാനുകളിലൂടെ സാധിക്കും. മാത്രമല്ല, ചില ബ്ലഡ് ടെസ്റ്റുകൾ, അതായത് രക്തത്തിലെ ബ്ലഡിൻ്റെ അളവ്, ഹീമോഗ്ലോബിൻ, PCV മുതലായ ടെസ്റ്റുകളിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ചില ഹോർമോണുകൾ, തൈറോയിഡ്, പ്രൊലാക്റ്റിൻ മുതലായ ഹോർമോണുകളും, പിന്നെ നമ്മുടെ ബോഡിയിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന എന്തെങ്കിലും കാരണങ്ങളുണ്ടോ മുതലായവയും നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ അസസ് ചെയ്യാൻ സാധിക്കും. ഇവയുടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ട്രീറ്റ്മെൻറ്റ് പലതായാണ് നമ്മൾ തിരിക്കുന്നത്. അതായത് നോൺ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്, ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്, ഏതാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത്. ഇവയൊന്നും പറ്റാതെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സിലോട്ട് പോകുന്ന അവസ്ഥയുമുണ്ട്. നോൺ ഹോർമോണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോർമോണൽ മെഡിക്കേഷൻസ് ഒന്നുമല്ല, ടാബ്ലറ്റ്സുകളൊന്നുമല്ല, ജസ്റ്റ് രക്തം ക്ലോട്ട് ആവുന്ന, അതായത് ബ്ലീഡിങ് കുറയ്ക്കുന്നതിന് 2-3 ദിവസത്തേക്ക് നമ്മൾ ടാബ്ലറ്റ് കൊടുക്കും. ഈ ഇത്തരം ട്രീറ്റ്മെൻറ്റുകളെല്ലാം എങ്ങനെ വേണം എന്നുള്ളത് ഒരു പേഷ്യൻ്റെ സിംറ്റംസ്, അതായത് പേഷ്യൻ്റ് എത്രത്തോളം ബ്ലീഡിംഗ് ഉണ്ട്, എത്രത്തോളം ഹീമോഗ്ലോബിൻ ഉണ്ട് മുതലായവ അനുസരിച്ചാണ് ഇരിക്കുന്നത്. ചെറിയ ബ്ലീഡിങ്ങോ ഹീമോഗ്ലോബിനിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല, വലിയ രീതിയിൽ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് നോൺ ഹോർമോണൽ ടാബ്ലറ്റ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 3 ദിവസം കഴിച്ച് ബ്ലീഡിങ് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം.
അതിൽ നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മൾ ഹോർമോണൽ ടാബ്ലറ്റ്സിലേക്കോ അല്ലെങ്കിൽ ഹോർമോണൽ ടാബ്ലറ്റ്സുകൾ മാത്രമല്ല പല രീതികളുണ്ട് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഹോർമോൺ ടാബ്ലറ്റ്സായി യൂസ് ചെയ്യാം, ഇഞ്ചെക്ഷൻസായി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പർട്ടി പോലെ ഉള്ളിലിടുന്ന മെറൈന, എമിലി മുതലായവയിലേക്കും കടക്കാവുന്നതാണ്. ഹോർമോണൽ ടാബ്ലറ്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോക്ടറുടെ നിർദ്ദേശം, അതായത് അത് കണ്ടിന്യൂസ് ആയി തുടർച്ചയായി യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ സൈക്ലിക്കലായിട്ട് ഓരോ മാസം യൂസ് ചെയ്ത് അങ്ങനെ പോയാൽ മതിയോ, ഇതെല്ലാം ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഹീമോഗ്ലോബിൻ എത്രയുണ്ട്, എന്താണ് അവരുടെ രോഗാവസ്ഥ എന്നതിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ പ്രോപ്പറായി നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. അഡിനോമയോസിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും പ്രധാനം നമ്മൾ യൂട്രസിനകത്തിടുന്ന കോപ്പർട്ടി പോലുള്ള, അതായത് മെറീന, എമിലി എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടും. ഇതിൽ നിന്ന് പ്രൊജസ്ട്രോൺ ആണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഗുലറായി. അപ്പം അത് 5 വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആണ് എങ്കിൽ നമുക്ക് 5 വർഷത്തേക്ക് പിന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല. അപ്പോൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഫോർ അഡിനോമയോസിസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എമിലി അല്ലെങ്കിൽ മെറീന തന്നെയാണ്. അടുത്ത കാര്യം, നമുക്ക് ഇങ്ങനെ ടാബ്ലറ്റ്സുകളിലോ ഹോർമോണൽ പ്രിപ്പറേഷൻസിലോ ഒന്നും നിൽക്കാത്ത ബ്ലീഡിംഗ് ആണ് എങ്കിൽ നമുക്ക് സർജറിയിലേക്ക് വഴിവെക്കുന്നതാണ്. അതായത് ഫാമിലി കംപ്ലീറ്റ് ആവാത്ത സ്ത്രീകളിലാണ് എങ്കിൽ യൂട്രസിലെ ഗർഭാശയത്തിലെ മുഴകൾ മാത്രം റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ അഡിനോമയോസിസ് അതിൽ മാത്രം റിമൂവ് ചെയ്യാൻ പാടാണ്, എന്നാലും ശ്രമിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ, ഓവറിയിലുണ്ടാകുന്ന സിസ്റ്റുകൾ റിമൂവ് ചെയ്യാം. ഇതൊന്നുമല്ല, തീരെ ബ്ലീഡിങ് നിൽക്കുന്നില്ല, ഫാമിലി എല്ലാം കംപ്ലീറ്റ് ചെയ്ത ആളാണ് എങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്രസും ഓവറിയും ഒരുമിച്ച് റിമൂവ് ചെയ്യുന്ന അവസ്ഥ, ഇതെല്ലാം കണ്ടുവരുന്നുണ്ട്. ഇപ്പം പല നൂതന ചികിത്സാ രീതികളുമുണ്ട്. അതായത് ഫൈബ്രോയിഡ് പോലുള്ള കാര്യങ്ങൾക്ക് എംബുലൈസേഷൻ, അതായത് ഫൈബ്രോയിഡിലോട്ട് പോകുന്ന രക്തക്കുഴലുകളെ എംബുലൈസ് ചെയ്ത് നമുക്കതിനെ ഫൈബ്രോയിഡിനെ ചുരുക്കാൻ സാധിക്കും. ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് രീതികളുമുണ്ട്. ഇതൊന്നും മാത്രമല്ല, നമ്മൾ എപ്പോഴും യൂട്രസിൻ്റെ അകത്തെ ലൈനിങ് നോക്കി ആ യൂട്രസിനകത്തെ ലൈനിങ്ങിൻ്റെ കട്ടി കൂടുതലാണ് എങ്കിൽ ഉള്ളിൽ നിന്ന് ബയോപ്സി എടുത്തതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കണം. അത് വളരെ പ്രധാനമാണ്. ഇത്തരം ടിപ്സുകൾക്കായി പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യുക.